ഇ-കൊമേഴ്സിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പാർട്ട് ഓഫ് ദ ഫോർ മെയിൻ ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ്? B2B, B2C, C2B, all of the above. ഇ-കൊമേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഇ-കൊമേഴ്സിന്റെ ടൈപ്പ് ആയിട്ടുള്ളത്? B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്, B2C ബിസിനസ് ടു കസ്റ്റമേഴ്സ് ഓർ കൺസ്യൂമർ, C2B എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ടു ബിസിനസ് അല്ലെങ്കിൽ കൺസ്യൂമർ ടു ബിസിനസ്, ഓൾ ഓഫ് ദി എബോവ്. റൈറ്റ് ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇതെല്ലാം തന്നെ ഇ-കൊമേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം ഡിസ്കസ് ചെയ്താണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ്. അപ്പം ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ്? ബിസിനസ് ടു ബിസിനസ്, പിന്നെ അതുപോലെ ബിസിനസ് ടു കൺസ്യൂമർ, കൺസ്യൂമർ ടു ബിസിനസ് ഉണ്ട്, കൺസ്യൂമർ ടു കൺസ്യൂമർ ഉണ്ട്. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ്. ഓരോന്ന് എന്താന്നുള്ളതൊക്കെ അറിയാലോ അല്ലെ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ഫസ്റ്റ് വൺ ബിസിനസ് ടു ബിസിനസ് ആണ്. നമുക്കറിയാം എന്താണ് ബിസിനസിന്റെ ഓരോ സേവനങ്ങൾ നമ്മൾ എന്തിലോട്ട് കൊടുക്കുന്നു? ബിസിനസിന്റെ തന്നെ വേറെ ഫേംസുകൾക്കെല്ലാം കൊടുക്കുന്നു. അതായത് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ്, അതുപോലെ എന്താ പറയാ, ഗുഡ്സ് ആൻഡ് സർവീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആരൊക്കെ തമ്മിൽ? ബിസിനസ് ടു ബിസിനസ്, ദാറ്റ് ഇസ് കമ്പനീസുകളുടെ ഇടയിൽ. ഓക്കെ, അതാണ് ബിസിനസ് ടു ബിസിനസ്സിൽ വരുന്നത്. പിന്നെ ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുമ്പം നമുക്കറിയാം ആരുമായിട്ടുള്ളതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഫൈനൽ കൺസ്യൂമേഴ്സ്. ബിസിനസ്സും ഫൈനൽ കൺസ്യൂമേഴ്സും ആരാണോ ഉപഭോക്താവ് അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. അവർക്ക് ബിസിനസ്സിന്റെ ഇപ്പോൾ ഒരു കമ്പനിയുടെ സേവനങ്ങൾ കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കുന്നത് B2C എന്ന് നമുക്ക് പറയാം. പിന്നെ നെക്സ്റ്റ് പറയുന്നത് C2C ഉണ്ട്, കൺസ്യൂമർ ടു കൺസ്യൂമർ. ദാറ്റ് ഇസ് എന്തായിരിക്കും? എല്ലാ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസും ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒക്കെ എല്ലാ ട്രാൻസാക്ഷൻസും കണ്ടക്ട് ചെയ്യുന്നത് ബിറ്റ്വീൻ കൺസ്യൂമേഴ്സ് ആയിരിക്കും. അതാണ് C2C, കൺസ്യൂമേഴ്സ് തമ്മിൽ. ഓക്കെ, ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ എന്തെങ്കിലും നടത്തുന്നത്, അങ്ങനെയുള്ളതൊക്കെ. കൺസ്യൂമർ ടു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും? C2B എന്ന് പറയുന്നത് കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? അവരെന്തെങ്കിലും ബിസിനസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ഗുഡ്സുകളൊക്കെ ഇപ്പൊ വേണേൽ എക്സ്ചേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ളതെല്ലാം കൺസ്യൂമർ ടു ബിസിനസിന്റെ അകത്ത് വരും. പിന്നെ നെക്സ്റ്റ് ബിസിനസ് ടു എല്ലാം പറഞ്ഞല്ലേ? B2C ഉണ്ട്, B2B ഉണ്ട്, C2B വരുന്നുണ്ട്, C2C ഉണ്ട്. പിന്നെ G2B ഉണ്ട്, ഗവൺമെന്റ് ടു ബിസിനസ്. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ബിസിനസ് കമ്പനീസ് അതുപോലുള്ള ബിസിനസ് എന്താ പറയാ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗവൺമെന്റിന്റെ സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. പിന്നെ ബിസിനസ് ടു എംപ്ലോയി ഉണ്ട്, ദാറ്റ് ഇസ് സാലറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനീസ് അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന സേവനങ്ങളൊക്കെ. ബിസിനസ് ടു ഗവൺമെന്റ് ഉണ്ട്, എന്താണ് ഈ ഗവൺമെന്റിന് കുറെ കമ്പനീസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇതൊക്കെ നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ ഒക്കെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കമ്പനീസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യത്തില്ലേ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഓൾ ഓഫ് ദി എബവ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഇ-കൊമേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. നെക്സ്റ്റ് വൺ, ദ ജോഗ്രഫിക്കൽ ഡൊമൈൻ ഓഫ് ബിസിനസ് ഓഫ് ആൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഈസ് കോൾഡ് ഡാഷ് ഓഫ് ദി പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ ഒരു ഡാഷ് ഉണ്ട്. ദ ജോഗ്രഫിക്കൽ ഡൊമൈൻ ഓഫ് ബിസിനസ് ഓഫ് ആൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഈസ് കോൾഡ് ഡാഷ് ഓഫ് ദി പ്ലാറ്റ്ഫോം. ലെങ്ത്, ഹൈറ്റ്, സ്കോപ്പ്, സെയിൽസ്. സ്കോപ്പ് ആണ് അല്ലെ? എന്താണ് ഒരു ബിസിനസിന്റെ ജോഗ്രഫിക്കൽ ഡൊമൈൻ എന്ന് പറയുന്നത് അല്ലെ? അതിനെ നമ്മൾ എന്താണ് സ്കോപ്പ് ഓഫ് ദി പ്ലാറ്റ്ഫോം. എന്താണ് സ്കോപ്പും ലെങ്തും ഹൈറ്റും സെയിൽസും ഒക്കെ എന്താണെന്ന് അറിയാമോ? ഒരു ബിസിനസ് എൻവയോൺമെന്റിന്റെ കാര്യങ്ങളാണ് വരുന്നത് അല്ലെ? ബിസിനസ് എൻവയോൺമെന്റിൽ എന്താണ് ജോഗ്രഫിക്കൽ എന്താ പറയാ, ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ ഒരു ബിസിനസിനെ അവിടെ കണ്ടക്ട് ചെയ്യുന്ന ആ സ്കോപ്പ് ഉണ്ടല്ലോ, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലെങ്ത്, ഹൈറ്റ്, സെയിൽസ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താ വരുന്നത്? സ്കോപ്പ് ആണ് വരുന്നത്. നെക്സ്റ്റ്, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ക്വിക്കർ, OLX have dash scope of business.
ഏതാണ് ആൻസർ വരുന്നത്? ക്യുക്കർ, OLX ഇതിനൊക്കെ എന്ത് ബിസിനസിന്റെ രണ്ട് നാഷണൽ സ്കോപ്പ് ഉണ്ട്, ലോക്കൽ സ്കോപ്പ് ഉണ്ട്, ഗ്ലോബൽ സ്കോപ്പ് ഉണ്ട്. ഇത് മൂന്നുമാണ് 3 ടൈപ്സ് ഓഫ് സ്കോപ്പുകൾ എന്ന് പറയുന്നത്. ഓരോന്നും എന്താണെന്നറിയാമോ? നാഷണൽ സ്കോപ്പ് ഓഫ് ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പം നാഷണൽ സ്കോപ്പിൽ മെയിൻ ആയിട്ടും എങ്ങനെയായിരിക്കും ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കും? ഒരു എന്താ ഇപ്പൊ ബാങ്കിങ്, അതുപോലുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള അല്ലെ, അതായത് റീറ്റെയിൽ ആയിട്ടുള്ള എന്നൊക്കെ നമ്മൾ പറയും. വൈഡ് റേഞ്ച് ഓഫ് എലമെന്റ്സ് ആയിരിക്കും ഉള്ളത്. ലോക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അതിന് ആ ഒരു ഏരിയയിൽ മാത്രമേ ഒതുങ്ങുന്നുള്ളൂ. ഓക്കെ. ഗ്ലോബലോ? ഗ്ലോബൽ ഒക്കെ വരുമ്പോൾ എന്തായിരിക്കും? ഇന്റർനാഷണൽ ഒക്കെയാണ്. ഓക്കെ. ഇപ്പൊ ഇന്റർനാഷണൽ ഫോറിൻ ആയിട്ടുള്ളതും ഇന്റർനാഷണൽ ഫിനാൻസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഗ്ലോബൽ സ്കോപ്പ് ഓഫ് ബിസിനസിന്റെ അകത്ത് വരുന്നത്. അപ്പൊ ഇവിടെ ക്യുക്കറും OLX ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അകത്താണ്? ലോക്കൽ സ്കോപ്പിന്റെ അകത്താണ്. നെക്സ്റ്റ്, when the seller and the buyer are both individuals, it is called dash model of e-commerce. സെല്ലറും ബയറും രണ്ടും ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് e-commerce ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. കൺസ്യൂമർ ടു കൺസ്യൂമർ, റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, which of the following authenticates and handles credit card payment for e-commerce? ഇ-കൊമേഴ്സിലെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റിനെ ഒതന്റിക്കേറ്റ് ചെയ്യുന്നത് ഈ താഴെ പറഞ്ഞേക്കുന്ന ഏതൊക്കെയാണ്? പേയ്മെന്റ് ഗേറ്റ്വേ, ഇ-കൊമേഴ്സ് ഗേറ്റ്വേ, സോഫ്റ്റ്വെയർ ഗേറ്റ്വേ, നൺ ഓഫ് ദം. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. അതായത് നമുക്കറിയാം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പം അതിനെ ഒതന്റിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഗേറ്റ്വേ, പേയ്മെന്റ് ഗേറ്റ്വേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒതന്റിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പെർമിഷൻസ് കൊടുക്കുക അല്ലെ? അപ്പം പേയ്മെന്റ് ഗേറ്റ്വേയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും? എന്തുവാ? ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് എന്താണ്? അപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുന്നില്ല, ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഒരു പേയ്മെന്റ് ഗേറ്റ്വേ കൂടിയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്രൂവ് ചെയ്യുവാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പറ്റും. പേയ്മെന്റ് പ്രോസസ്സേഴ്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. പേയ്മെന്റ് റിസീവ് ചെയ്യണോ, റിസീവ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു പേയ്മെന്റ് പ്രോസസ്സർ കാണും. ഓക്കെ. അപ്പൊ ഇവിടെ പേയ്മെന്റ് ഗേറ്റ്വേ കൂടെയാണ് ഓതന്റിക്കേഷൻ നടക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. The best products to sell in B2C e-commerce. ബിസിനസ് ടു കൺസ്യൂമർ ഇ-കൊമേഴ്സിലെ വഴി നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് ഏതാണ്? സ്മോൾ പ്രോഡക്ട്സ്, ഡിജിറ്റൽ പ്രോഡക്ട്സ്, സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ്, ഫ്രഷ് പ്രോഡക്ട്സ്. ഓപ്ഷൻ ഡി ആണ് എല്ലാവരും പറഞ്ഞേക്കുന്നത് അല്ലെ? ഡിജിറ്റൽ പ്രോഡക്റ്റുകളാണ് നമ്മൾ ബിസിനസ് ടു കൺസ്യൂമേഴ്സ് വെച്ചിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, which products are people most likely to be comfortable buying on internet? ഇന്റർനെറ്റിൽ കൂടെ ആൾക്കാർക്ക് വളരെ കംഫർട്ട് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ബുക്സ്, PCs, CDS, all of the above. PCSും CDSും ഒക്കെ എന്തുവാ? ബുക്സ്, PCS, CDS അറിയാവോ എന്താന്ന്? PCs എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ. ഓക്കെ. അത് ഇങ്ങനെ കിടക്കുന്നോണ്ടായിരിക്കും ചിലപ്പോൾ മനസ്സിലാവാത്തത്. CD ഡ്രൈവ്സ് ഒക്കെ. ഓക്കെ. അപ്പം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം നമുക്കല്ലേ ഓൺലൈനിൽ കൂടെ ഇന്റർനെറ്റിൽ കൂടെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിജിറ്റൽ പ്രോഡക്ട്സ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ B2C. നമ്മളിപ്പോ പറഞ്ഞായിരുന്നു അല്ലെ, ഡിജിറ്റൽ പ്രോഡക്റ്റുകളാണ് B2C വഴി നമുക്ക് വാങ്ങാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു. വൈ? They are commodity like products and they can be mass customized and personalized and they can be delivered at the time of purchase, all of the above.
ഏതാണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോ. അതായത് ഇതുവരെ കമ്മോഡിറ്റി ലൈക്ക് പ്രോഡക്റ്റുകളാണ്, അതേപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പേഴ്സണലൈസ്ഡും ആണ്, ദേ ക്യാൻ ബി ഡെലിവേർഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. ഇതെല്ലാം തന്നെ ഡിജിറ്റൽ പ്രോഡക്ട്സിന്റെ സ്യൂട്ടബിൾ ആയതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് കാർഡ്സ് ആർ കോമൺലി യൂസ്ഡ് ടു ബൈ gasoline, that is petrol, diesel and other fuels? Option A, fleet or fuel. Option B, ATM. Option C, credit. And option D, none of them. Option A ആണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലീറ്റ് ഫ്യൂവൽ കാർഡ്സ് ആണ്. അതിന്റെ പ്രത്യേകത എന്താ? ഫ്യൂവൽ കണ്ടോണ്ടായിരിക്കും അല്ലേ പറഞ്ഞത്? അങ്ങനെ ഗസ് ചെയ്തതാണോ? അങ്ങനെ ഗസ് ചെയ്താലും തെറ്റൊന്നുമില്ല. ഫ്ലീറ്റ് ഫ്യൂവൽ കാർഡ്സ് തന്നെയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഇത് നമുക്ക് എന്താണ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ നമുക്ക് ഫ്യൂവൽ കാർഡ്സുകൾ അവൈലബിൾ ആണ്. ഇതേപോലെ പെട്രോളോ ഡീസലോ ഒക്കെ നമുക്ക് അടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലീറ്റ് റിലേറ്റഡ് പർച്ചേസസുകൾ എന്നാണ് പറയുന്നത്. ഫ്യൂവൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കാർഡുകൾ അവൈലബിൾ ആണ്, പല കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ATM? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. Option C is the right answer. Next one, online catalog should clearly describe dash of a product sold through e-commerce platform. Online catalog should clearly describe dash of a product. എന്താണ് ഓൺലൈൻ കാറ്റലോഗ് എന്ന് പറയുന്നത്? അത് ഒരു പ്രോഡക്റ്റിന്റെ എന്തിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതിനെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ സെല്ല് ചെയ്യുവാണെങ്കിൽ. ഓപ്ഷൻ സി, ഡിഫെക്ട്സ് ആണോ എല്ലാവരും പറഞ്ഞേക്കുന്നത്? ഓൺലൈൻ കാറ്റലോഗ് എന്ന് വെച്ചാൽ എന്താണ്? ഓൺലൈൻ കാറ്റലോഗ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ ബി, എ എല്ലാ ആൻസറും ഉണ്ടല്ലോ, സി, ഡിയും കൂടി ഉള്ളൂ. ഓൺലൈൻ കാറ്റലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൺലൈനിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ നേരത്ത് ആ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സാധനങ്ങളുടെയൊക്കെ ഒരു നമുക്ക് അതിനെ വ്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ലേ? ഷോക്കേസ് ചെയ്യാനായിട്ട്, അത് തന്നെ ഷോക്കേസ് ചെയ്യുന്ന രീതി പ്രോഡക്റ്റുകൾ. അപ്പൊ ഇതെന്ന് പറയുന്നത് ശരിക്കും എന്താണ്, അങ്ങനെ പ്രോഡക്റ്റുകളെ ഷോക്കേസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? അതിന്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും? മെയിൻ ആയിട്ടും യൂസേഴ്സിന് വളരെ ഈസി ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റുകളെ ഈസി ആയിട്ട് വ്യൂ ചെയ്യാന്, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക് വഴി സെർച്ച് ചെയ്തൊക്കെ ഓരോന്ന് കണ്ടുപിടിക്കാന്, അതിന്റെ ഇന്റേണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്, ഫിസിക്കൽ ഡീറ്റെയിൽസ് ഉണ്ട്, പിന്നെ അതുപോലെ എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇതെല്ലാം തന്നെ എന്തിൻ്റെ അകത്ത് വരും? നമ്മുടെ ഓൺലൈൻ കാറ്റലോഗിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരും. ഓക്കെ, ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടേം റെപ്രസെന്റ്സ് എ കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു വിസിറ്റ് വൺ സൈറ്റ്, ക്ലിക്ക് ഓൺ ആൻ ആഡ് ആൻഡ് ആർ ടേക്കൺ ടു ദ സൈറ്റ് ഓഫ് ദി അഡ്വർടൈസർ? ഏത് ടേം ആണ് പറയുന്നത്? ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു വിസിറ്റ് വൺ സൈറ്റ്, ഒരു സൈറ്റിൽ കുറെ പേര് വിസിറ്റ് ചെയ്യുകയും ഒരു ആഡിൽ ക്ലിക്ക് ചെയ്യുകയും ആൻഡ് ആർ ടേക്കൺ ടു ദ സൈറ്റ് ഓഫ് ദ അഡ്വർടൈസറിന്റെ സൈറ്റിലോട്ട് പോവുകയും ചെയ്യുന്ന അതിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ആ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ് ക്ലിക്ക് ത്രൂ. ആ ടേം എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ ടേംസ് ഇഷ്ടംപോലെ നമ്മുടെ ഇ കൊമേഴ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് ഓരോന്നും എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് വൺ, ഇൻ ആൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ബാർഗെയിനിങ് ഈസ്. ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ബാർഗെയിനിങ് ഇസ് നോട്ട് പോസിബിൾ അല്ല, പെർമിറ്റഡ് വിത്ത് സർട്ടൻ റെസ്ട്രിക്ഷൻസ്, നോട്ട് അലൗഡ്, നോട്ട് പെർമിറ്റഡ്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കേട്ടോ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഉണ്ടോ? ഓപ്ഷൻ ബി ആണ്. അതായത് ചില ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ
ബാർഗെയിനിങ്, വില പേശുന്നത് പെർമിറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് സം റെസ്ട്രിക്ഷൻസ്. കുറച്ച് ഓഫറുകൾ അങ്ങനെ OLXന്റെ അകത്തൊക്കെ ഉണ്ട്. പെർമിറ്റഡ് ആണ്, പക്ഷെ അത് ഫുള്ളി അങ്ങനെ നമുക്ക് പെർമിറ്റഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. വിത്ത് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പെർമിറ്റഡ് വിത്ത് certain restrictions. Next one, SCM is a game of 4 C's: collaboration, cooperation, coordination, and controlling connectivity, communication, and customer. എന്താണ് SCM എന്ന് പറയുന്നത്? SCM എന്ന് വെച്ചാൽ എന്താ ഫുൾ ഫോം? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ അകത്തെ 4 C'സിനെ പറ്റി പറയുന്നുണ്ട്. കൊളാബറേഷൻ, കോപ്പറേഷൻ, കോർഡിനേഷൻ, and the another one is option D, customer. പിന്നെ വേറെ ആൻസർ ഉണ്ടോ? കസ്റ്റമർ അല്ല, കണക്ടിവിറ്റി ആണ് കേട്ടോ. ഓപ്ഷൻ ബി കണക്ടിവിറ്റി ആണ്. എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒരു കമ്പനി, ആ കമ്പനിയിൽ നിന്നും നമ്മൾ എന്താണ് റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്ന് പ്രോഡക്ട്സ് ഒക്കെ എന്താ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെ. അവിടെ നിന്ന് സപ്ലയർ എന്ത് ചെയ്യുന്നു? അത് ആ പ്രോഡക്റ്റിനെ കൺസ്യൂമറിലോട്ട് എത്തിച്ചു കൊടുക്കുന്നു. അപ്പം അവിടെ മെയിൻ ആയിട്ട് ഒരു നെറ്റ്വർക്ക് ആണ് ഫോം ചെയ്യുന്നത്. ആരൊക്കെ തമ്മില്? ഒരു കമ്പനിയും അതിന്റെ സപ്ലയേഴ്സും അതുപോലെ എന്താ ടെക്നോളജിയും അവിടെ എല്ലാം തമ്മിൽ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് സപ്ലൈ ചെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു ഫ്ലോ ഓഫ് നെറ്റ്വർക്കിംഗ്, അതിനെ നമുക്ക് എന്താന്ന് വിളിക്കാം? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് വിളിക്കാം. ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിലോട്ട് എത്തുന്ന വരെയുള്ള ഓരോ സ്റ്റെപ്പും ഫ്രം എവിടെ നിന്നാണ്? മാനുഫാക്ചറർ ടു കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമറിലോട്ട് എത്തുന്ന ആ ഒരു എന്താണ് ചെയിൻ, സപ്ലൈ ചെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരെണ്ണം കൊളാബറേഷൻ, പിന്നെ കോപ്പറേഷൻ, കോർഡിനേഷൻ. ഇവിടെ നമുക്ക് കണക്ടിവിറ്റി ആണ് അടുത്ത ആൻസർ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ കീ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഇൻ ഇ-കൊമേഴ്സ്? ഡ്രോപ്പ് ഷിപ്പിംഗ് കേട്ടിട്ടുണ്ടോ? എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്? അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇ-കൊമേഴ്സിൽ. ആൻസേഴ്സ് ഉണ്ടോ? ഹയർ പ്രോഫിറ്റ് മാർജിൻസ്, ഗ്രേറ്റർ കൺട്രോൾ ഓവർ ഇൻവെന്ററി, റെഡ്യൂസ്ഡ് ഷിപ്പിംഗ് ടൈംസ്, നോ നീഡ് ടു ഹാൻഡിൽ ഇൻവെന്ററി. റെഡ്യൂസ്ഡ് ഷിപ്പിംഗ് ടൈം ആണ് എല്ലാവരും രണ്ടുപേരും ആൻസർ പറഞ്ഞേക്കുന്നത്. ശരിക്കും ഡ്രോപ്പ് ഷിപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് ഇതൊരു എന്താ മെയിൻ ആയിട്ടും നമുക്ക് പ്രോഡക്റ്റുകളെ വിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ നമ്മൾ സാധനങ്ങൾ മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ഫിസിക്കൽ ലൊക്കേഷൻ ആവശ്യമില്ല. നമുക്കറിയാവുന്ന കാര്യം അല്ലെ. നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ തന്നെയാണെങ്കിലും ഇരുന്നുകൊണ്ട് തന്നെ ഒരു റൂമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഇപ്പം ഫിസിക്കലി നമ്മളൊരു കടയുണ്ടാക്കി അവിടെ സാധനങ്ങൾ വെച്ച് വിൽക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ വീടിന്റെ തന്നെ ഒരു പാർട്ടായിട്ട് ഓൺലൈൻ സെല്ലിങ് നടത്താം അല്ലെ. അപ്പൊ ആ ഇതിനെയാണ് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ബിസിനസ് മോഡൽ വിച്ച് ഡസന്റ് നീഡ് എനി ഫിസിക്കൽ ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ അകത്ത് നമുക്ക് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന 4 ഓപ്ഷൻസിൽ ഹയർ പ്രോഫിറ്റ് മാർജിൻസ്, ഗ്രേറ്റർ കൺട്രോൾ ഓവർ ഇൻവെന്ററി, ഇൻവെന്ററിയിൽ നല്ലൊരു കൺട്രോൾ ആവശ്യമാണ്, ഷിപ്പിംഗ് ടൈം കുറയ്ക്കാന്ന് പറയുന്നു, നോ നീഡ് ടു ഹാൻഡിൽ ഇൻവെന്ററി. അപ്പൊ ഇതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ അകത്ത് റൈറ്റ് ആൻസർ? ഒന്ന് ചിന്തിച്ചേ. ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. ഇൻവെന്ററി ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അതായത് ഒരു ഫിസിക്കൽ ലൊക്കേഷൻ എന്താണ് പ്രോഡക്റ്റുകളെ കൊണ്ടുവന്ന് നമ്മൾ വെയർ ഹൗസസുകൾ സ്റ്റോർ ചെയ്യുവോ അല്ലെങ്കിൽ ഒരു എന്താ വലിയ ഇ-കൊമേഴ്സ് സ്റ്റോറുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യോ അതിന്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. അതായത് ഇൻവെന്ററി ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ അകത്ത് വരുന്നില്ല. അതാണ് അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നോ നീഡ് ടു ഹാൻഡിൽ ഇൻവെന്ററി. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ സെക്യൂരിറ്റി മെഷർ ഇൻ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ് ടു പ്രൊട്ടക്ട് കസ്റ്റമർ ഇൻഫർമേഷൻ ഡ്യൂറിങ് ട്രാൻസാക്ഷൻസ്?
ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കസ്റ്റമറിന്റെ ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെക്യൂരിറ്റി മെക്കാനിസം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ക്യാപ്ച, ഫയർവാൾ, കുക്കി, 2 ഫാക്ടർ ഒതന്റിക്കേഷൻ. ഓപ്ഷൻ ഡി ആണല്ലോ എല്ലാവരും പറയുന്നത്, 2 ഫാക്ടർ ഒതന്റിക്കേഷൻ. ഓപ്ഷൻ ബി ഫയർവാൾ. ഓപ്ഷൻ ബി ഫയർവാൾ ആണ് കേട്ടോ. ഫയർവാൾ ആണ് നമ്മൾ ട്രാൻസാക്ഷൻ ടൈമിൽ കസ്റ്റമർ ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്യാപ്ച എന്താണ്? ക്യാപ്ചയുടെ ഫുൾ ഫോം അറിയാമോ? ക്യാപ്ച ഫുൾ ഫോം കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് to tell computers and humans apart. സാധാരണ നമ്മൾ ക്യാപ്ച എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി മെഷർ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇപ്പം എന്തെങ്കിലും ലെറ്റേഴ്സ് ഒക്കെ അല്ലെ, അരിത്തമെറ്റിക് പ്രോബ്ലംസ് കാണും, 5+3 എത്രയാണ്, അങ്ങനെ ഒരു ഒതന്റിക്കേഷന് വേണ്ടിയിട്ടോ, ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ ആണോ അല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒതന്റിക്കേഷൻ ഫീച്ചറാണ് ക്യാപ്ച എന്ന് ഉദ്ദേശിക്കുന്നത്. ഫയർവാൾ നമുക്കറിയാലോ, എന്താണ് ഫയർവാൾ എന്ന് പറയുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയർവാൾ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇ കൊമേഴ്സിന്റെ കേസസിൽ പറയുവാണെങ്കിൽ മെയിൻ ആയിട്ടും ഫയർവാള് സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നമുക്ക് നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട് ഫയർവാൾ. അതായത് സേഫ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് വിത്ത് കോൺഫിഡൻഷ്യാലിറ്റി ഫയർവാള് എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫയർവാൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഡിവൈസ് ആണ്. അത് ഹാർഡ്വെയറും ഉണ്ട് സോഫ്റ്റ്വെയറും ഉണ്ട്. അതെന്താ ചെയ്യുന്നത്? നെറ്റ്വർക്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു, ആവശ്യമുള്ളതിനെ മാത്രം എന്ത് ചെയ്യുന്നു? കടത്തിവിടുന്നു. നെറ്റ്വർക്കിൽ കൂടെ പോകുന്ന എല്ലാത്തിനെയും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ആയിട്ടുള്ള ട്രാഫിക്കുകളെല്ലാം എന്താണ് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ആവശ്യമില്ലാത്ത ഡേറ്റാസിനെ അവരവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു, അല്ലാത്തതിനെ കടത്തിവിടുന്നു. ഓക്കെ, അപ്പം ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഫയർവാൾ ആണ് റൈറ്റ് ആൻസർ. Next one, Information Technology Act 2000 is based on which model law of e-commerce adopted by United Nations? നമ്മൾ IT Act പഠിച്ചു, 2000 IT Act പഠിച്ചു. അത് യുണൈറ്റഡ് നേഷന്റെ ഇ കൊമേഴ്സിലെ ഒരു ലോയെ ബേസ് ചെയ്തിട്ടാണ് IT Act പറഞ്ഞിരിക്കുന്നത്, IT Act ഡെവലപ്പ് ചെയ്തത്. അപ്പം നമ്മൾ പലതും നമ്മുടെ വേറെ രാജ്യക്കാരുടെ ഇതിൽ നിന്നാണല്ലോ നമ്മൾ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് അങ്ങനെയുള്ളതിൽ നിന്നൊക്കെയാണല്ലോ നമ്മൾ മെയിൻ ആയിട്ടും ഓരോന്നും എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇ കൊമേഴ്സിന്റെ ഏത് മോഡലിലാണ് നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്? UNICITIRAL. ഇത് ഓരോന്നും ഫുൾ ഫോം അറിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓപ്ഷൻ സി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. സി മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി ആണ് ആൻസർ. UNCITRALന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ. യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ. ഇപ്പം ഇന്റർനാഷണൽ ട്രേഡും ഇൻവെസ്റ്റ്മെന്റും എല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു കമ്മീഷനാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു ഇ കൊമേഴ്സ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ IT Act 2000 എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം UNCITRA എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ.